അയോധ്യയിൽ വലിയ ആഘോഷങ്ങളാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഞാനിപ്പോൾ ഉള്ളത് ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ തൊട്ട് അടുത്തുള്ള അവിടെ നിന്ന് 200 മീറ്റർ അകലെയുള്ള ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനുള്ളത്. അവിടെ നമുക്കറിയാം, ഇന്ന് അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല. 3 ദിവസത്തേക്ക് 21, 20, 21, 22 തീയതികളിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇവിടെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായി എത്തുന്നത്. നമുക്ക് ഈ ഒരുപാട് ആളുകളെ, ക്ഷേത്ര ദർശനം നടത്തുന്ന ആളുകളെയും കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളെയും മറ്റും കാണാം. അയോധ്യയിലെത്തുന്ന പൗരപ്രമുഖരായ പല ആളുകളും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തി മടങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ അയോധ്യയിലേക്ക് എത്തി മടങ്ങുന്നു. അവിടെ വിശേഷപ്പെട്ട പൂജകൾ കൂടി അവിടെ നടക്കുന്നുമുണ്ട്. ഇന്നലെയാണ് ഗർഭഗൃഹത്തിൽ ശ്രീരാമന്റെ രാംലല്ല പ്രതിമ പ്രതിഷ്ഠിച്ചത്. ഇന്നലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തു വന്നിരുന്നു. 5 വയസ്സുള്ള രൂപമായ രാംലല്ലയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. മൈസൂരുവിലെ ശില്പി അരുൺ യോഗി രാജ് നിർമ്മിച്ച് 51 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം കൃഷ്ണശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് സ്ഥാപിക്കുകയും അതിനുശേഷം പകർത്തിയ ദൃശ്യമാണ് പുറത്തു വന്നത്. സ്വർണ്ണവില്ലും ശരവും പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് ശ്രീരാമ വിഗ്രഹം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പൂജകൾ അവിടെ പുരോഗമിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി നാളെ വൈകുന്നേരത്തോടു കൂടി അയോധ്യയിലെത്തും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള 24 അംഗ സന്യാസിമാരുടെ സംഘം ഇവിടെ തൊട്ടടുത്തുള്ള ടെന്റ് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. PT ഉഷ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖരെയും ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ഭക്തിമയമാണ് അയോധ്യ, ആഘോഷമയമാണ് അയോധ്യ, വലിയ തയ്യാറെടുപ്പുകളിലാണ് അയോധ്യ. അയോധ്യയിലെ ഓരോ തെരുവുകളും അങ്ങനെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആഘോഷത്തിലാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ വന്നു മടങ്ങുന്നു ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ. 23 മുതൽ കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം അത്രത്തോളം വലിയ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇവിടെ ഈ ഹനുമാനെ കണ്ട് മടങ്ങാത്ത ആളുകളില്ല. കാരണം രാമനെയും ലക്ഷ്മണനെയും കണ്ടാൽ ഹനുമാനെ കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാമനെയും ലക്ഷ്മണനെയും കണ്ടാൽ ഹനുമാനെയും കണ്ടു മടങ്ങണം. അങ്ങനെ ഹനുമാൻ ഇന്നലെ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരുന്നു, സന്ദർശനം നടത്തി മടങ്ങിയിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നാളെയും യോഗി എത്തും. അയോധ്യ പൂർണ്ണമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് കൂടി പോകണം. അടിസ്ഥാനപരമായി ഒരുപാട് വികസന പരിപാടികൾ അയോധ്യയിൽ നടക്കുന്നുണ്ട്. ഓരോ മേഖലയിലും വലിയ വികസനമാണ്. കാരണം ഇത്രയധികം ആളുകളെ ഇവിടെ ഉൾക്കൊള്ളിക്കാനുള്ള ഇത്ര ഭക്തലക്ഷങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലധികം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നിരവധി പൊതുമേഖലാ വൻകിട സ്വകാര്യ സ്ഥാപനങ്ങൾ, ഒപ്പം ബാങ്കുകൾ ഒക്കെ അയോധ്യയിൽ തങ്ങളുടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു, സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇവിടെ ഏറ്റവും വലിയ മുംബൈയിലെ ഒരു ഹോട്ടൽ ശൃംഖല, ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹോട്ടൽ കോംപ്ലക്സ്, വെജിറ്റേറിയൻ ഹോട്ടൽ കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 7 സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലാണ് അത്. അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് അയോധ്യ സാക്ഷ്യം വഹിക്കുകയാണ്. ആ വാർത്തയിലേക്ക്. രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് 1100 ഏക്കറിലാണ്. ഇതിനായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂ അയോധ്യ എന്നാകും ടൗൺഷിപ്പ് അറിയപ്പെടുക. ഹോട്ടലുകളും ഹൗസിംഗ് കോളനികളും ഇവിടെ ഒരുങ്ങും. കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കും. HDFC 2 ശാഖകളും കർണാടക ബാങ്കും ആക്സിസ് ബാങ്കും കൂടുതൽ ശാഖകളും ആരംഭിക്കും. അയോധ്യയിൽ നിലവിൽ തന്നെ 250ഓളം ബാങ്ക് ശാഖകളുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനം കഴിയുന്നതോടെ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന നഗരമായി അയോധ്യ വളരും. പ്രതിദിനം 1 ലക്ഷത്തിനടുത്ത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരുങ്ങുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിരവധി പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. താജ്, റാഡിസൺ തുടങ്ങിയ വൻ ഗ്രൂപ്പുകൾ അയോധ്യയിൽ 5 സ്റ്റാർ പ്രോജക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സസ്യാഹാരം മാത്രം വിളമ്പുന്ന ആദ്യ 7 സ്റ്റാർ ഹോട്ടൽ മുംബൈ ആസ്ഥാനമായ വൻകിട കമ്പനി അയോധ്യയിൽ തുടക്കം കുറിച്ചു. സരയുവിന്റെ തീരത്ത് 110 ഹോട്ടലുകളാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. അങ്ങനെയാണ് അയോധ്യയിലെ കാഴ്ചകൾ. നമുക്ക് കാണാം, ഇവിടെ നടക്കുന്ന ഒരു പശുവാണ്. പക്ഷെ ഇതിനെയും ഒരു ദിവ്യ സംഭവമായി ആളുകൾ കാണുന്നു. വന്ന് പലരും തൊട്ടു വീഴുന്നതൊക്കെ കാണാം. ഇവിടെ ഇവനിങ്ങനെ കറങ്ങി നടക്കുന്നു. ഇവനുള്ള ആഹാര സാധനങ്ങളൊക്കെ ഇവിടെയുള്ളവർ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾക്ക് കൂടി നമ്മുടെ അയോധ്യ നഗരം സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കണം. നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ
ഇവിടെ നമുക്ക് ഇവിടുത്തെ പ്രസാദമായി ഹനുമാൻ ഗഡിയിൽ ഹനുമാൻ ക്ഷേത്രത്തിലുള്ള ഈ പ്രസാദം എന്ന് പറയുന്നത് ഈ കാണുന്ന മധുര പലഹാരങ്ങളാണ്. ഇവിടെ നിന്ന് പാക്കറ്റുകളിൽ ഈ മധുര പലഹാരങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ടുപോയി അകത്ത് ക്ഷേത്രത്തിൽ നൽകുകയും തുടർന്ന് അവിടെ നിന്ന് പ്രസാദമായി അതിൻ്റെ ഒരു പങ്ക് പ്രേക്ഷകർക്ക് ഈ ഭക്തർക്ക് നൽകുകയും ചെയ്യാവുന്നതാണ്. കൈസ ചലता है पूरा? ठीक है, ठीक चल रहा है, बढ़िया चल रहा है. तो बहुत आदमी आता है? हाँ, आता है पहले से काफ़ी आते हैं. पहले से अच्छा लग गया, पहले से भी. कल योगी आ गया इधर? कल आए थे, कल योगी आए थे. हाँ, इधर भी आ गए थे. ഇതാണ് ഒരു പ്രസാദം. इसको क्या क्या स्पेशलिटी? देसी घी के बेसन लड्डू, देसी घी के बेसन लड्डू, डालडा घी का बेसन लड्डू. ഓരോ പേരുകൾ അറിയപ്പെടുന്ന വിവിധതരം പ്രസാദങ്ങളാൽ സമ്പന്നമാണ് ഈ അയോധ്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ആളുകൾ വാങ്ങി ഇത് അകത്ത് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് പ്രസാദമായി ഇതിൻ്റെ ഒരു പങ്ക് തിരിച്ചു വാങ്ങുകയാണ് പതിവ്. ആളുകളൊക്കെ ഒരുപാട് പേർ ഇത് വാങ്ങാനായി ഇവിടെ നിൽക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. ലഡു ലേഗയാ? जी हाँ, लड्डू ले लिए हैं जी. जी जा रहे हैं अभी जी. ये लड्डू लिए हैं अभी जो है. हमेशा आ रहे हैं इधर? हाँ, हम लोग यहीं के हैं, अयोध्या के ही रहने वाले हैं जी. बराबर आते हैं जी. कल योगी आ गया इधर? जी अभी नहीं आए हैं, कल आएंगे. कल मोदी भी आएंगे जी. ये कल तो परसों होता है ना वो प्रतिष्ठा. तो यहाँ का जो उद्घाटन है ऐसा लग रहा है तुम्हारा अयोध्या बहुत बदल हो गया? हाँ, बहुत अच्छा हो गया है. बहुत जो है सुनहरा मौसम है और मोदी जी जो है बदल दिए यहाँ का जो है पूरा रौनक ही अयोध्या नगरी का. बहुत प्यारा लग रहा है जी. അയോധ്യാവാസികളൊക്കെ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ്. അവരുടെ ഓരോ വാക്കുകളിലും അത് വ്യക്തവുമാണ്. കാരണം വളരെ പെട്ടെന്നാണ് അവരുടെ ഒരു നഗരം ഈ തരത്തിൽ മാറുകയും അത് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമായി മാറുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊക്കെ അവർ വലിയ ആഹ്ലാദവാന്മാരാണ്. നമ്മൾ നേരത്തെ ഇവിടെ വാർത്തയിൽ കാണിച്ച പോലെ ഒരുപാട് ബിസിനസ് യൂണിറ്റുകൾ, ഒരുപാട് ബിസിനസ് ആളുകൾ, ബാങ്കുകൾ ഒക്കെ ഇവിടെ എത്തി പുതിയ പുതിയ ബ്രാഞ്ചുകളും മറ്റും ആരംഭിക്കുന്നു. ഒരുപാട് ഹോട്ടൽ ശൃംഖലകൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ സരയൂ നദി തീരത്ത് തന്നെ ഏതാണ്ട് 100ഓളം പുതിയ ഹോട്ടൽ ശൃംഖലകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഈ അയോധ്യ നഗരത്തിന് വലിയ, കാരണം അടിസ്ഥാനപരമായി ഒരുപാട് വികസനം വേണ്ട ഒരു മേഖല കൂടിയാണ് അയോധ്യ. കാരണം ഇവിടെ ഓരോ മേഖലയിലും വികസനം ആവശ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇനി വന്നു പോകും. കാരണം 23 മുതലാണ് സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവുക. സ്വാഭാവികമായി അവർക്ക് താമസിക്കാൻ, അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ അയോധ്യയിൽ വേണ്ടി വരുമെന്നുള്ളതാണ്. അതനുസരിച്ചുള്ള അടിസ്ഥാന വികസന സ്വഭാവം അയോധ്യയ്ക്ക് വരേണ്ടി വരും. ഒരു ചെറിയ നഗരമാണ്, ഒരു ചെറിയ ഗ്രാമമാണ്, അതൊരു നഗരമായി വികസിച്ചു വരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ അയോധ്യയിൽ സംഭവിക്കുന്നുമുണ്ട്. ഇത് അയോധ്യയിലെ ഇതിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള മറ്റൊരു ഷോപ്പാണ്. ഇവിടെ നമ്മുടെ അവൽ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ അവൽ ഇവിടെ ഒരു പ്രസാദമായി തന്നെയുണ്ട്. ഇതും ഹനുമാൻ ക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രസാദമായി, രാമക്ഷേത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രസാദമായി നൽകുന്ന ഒന്നാണ്. അപ്പോൾ ദോടാ ബദൽ ഹോ ഗയ, ബദൽ ഹോ ഗയ അയോധ്യ. पहले बहुत बदल गया जी. बहुत पब्लिक आ रही है और 22 के बाद तो और आएंगे जी. आपका ये सेल कैसा चलता है? हाँ, तो सेल और बढ़ेगा. भीड़ आएगी तो सेल बढ़ेगा ही जी. इधर का एक किसके लिए लेता है? ये प्रसाद के लिए. इधर हनुमान नहीं, ये ले जाके अपने घर पे बांटने के लिए. हाँ, हमारा वो इधर का प्रसाद अयोध्या का. ये कैसा जी? अयोध्या का. ये अयोध्या से ले जाते अपने घर में बांटने के लिए जी. അങ്ങനെയാണ്. അതാണ് ഈ പറയുന്ന പോലെ ഇവിടെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ നേരത്തെ തന്നെയുണ്ട്. അവരൊക്കെ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത പാൻവാല തൊട്ടടുത്താണ്. ഈ ഈ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പാൻ നൽകുന്ന ഒരു പാൻവാലയെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. പാൻവാലയും തൊട്ടടുത്താണ്, അയാളുടെ ഷോപ്പും തൊട്ടടുത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരക്ക്, അത് ഈ രാമക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകാതെ വരുന്ന പല ആളുകളും രാമക്ഷേത്ര में प्रवेश नहीं है, इधर आ गया. नहीं, पहली बार नहीं है, हम बार बार आते हैं. आज आने पे बहुत सुहावन, बहुत सुंदर लग रहा है. जैसे लग रहा है कि त्रेता युग आ गया हो. पूरा अयोध्या राममय है. चारों तरफ कहीं भी, गांव से लेकर शहर में, हर जगह राम धुन बज रहा है. सब कोई उमंग में है. जय जय सीताराम. हम लोग कुशीनगर से हैं. कुशीनगर यूपी.
हाँ, यहाँ से गोरखपुर से और पूरब है कुशीनगर। हाँ 22 के बाद आएगा और हाँ 22 के बाद आएगा। हाँ 22 को हम लोग रहेंगे। 22 को हम लोग आए, हम लोग के पास बना है बघई मंदिर विभीषण कुंड के पास रह रहे हैं। और कारसेवकपुरम में 49-50 रूम मिला है हम लोग का। फिर भी मंदिर है, हमारे महाराज जी भी आए हैं, उन्हीं के साथ आए हैं, तो इसलिए उसमें हम लोग हैं। वहाँ भी कारसेवकपुरम में जा रहे हैं, आ रहे हैं। ऐसा हो रहा है, ऐसा बात नहीं है। बहुत सुंदर लग रहा है। जय श्री राम, जय श्री राम। അതാണ് അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയത് ഈ മാസം 12-ാം തീയതിയാണ്. അന്ന് മുതൽ നിരവധിയായ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ അവിടുത്തെ രാഷ്ട്രീയപരമായ നിരവധി ചർച്ചകൾ കേട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്തരം രാഷ്ട്രീയമില്ല, മതമില്ല. ഇവിടെ ശ്രീരാമന്റെ ഭക്തർ മാത്രം. അത് അവർ പലതരത്തിൽ അവരുടെ ഭക്തി പ്രകടിപ്പിക്കുകയാണ്. കാരണം പ്രശാന്ത് മംഗലശ്ശേരി, എൻ്റെ ക്യാമറമാൻ, ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പ്രശാന്തിൻ്റെ ഭാര്യയും മകളും ശ്രീകുട്ടിയും മകളുമൊക്കെ എന്നും രുദ്രയുമൊക്കെ എന്നും രാത്രി പ്രശാന്തിനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ തിരക്കും. അവർക്കൊരു ഹായ് കൊടുക്കണമെന്ന് രണ്ടുപേരും പറഞ്ഞിരുന്നു. പ്രശാന്തും അത് പറഞ്ഞിരുന്നു. ശ്രീകുട്ടിക്കും നമ്മുടെ രുദ്രയ്ക്കും ഞങ്ങൾ അയോധ്യയിൽ നിന്ന് ഈ തൊട്ടടുത്ത് കാണുന്ന ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു ഹായ് കൂടി നൽകുകയാണ്. അവർ രണ്ടുപേരും TV കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റ് പ്രധാന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഈ വാക്സ് മ്യൂസിയം ഇവിടെ മലയാള നേതൃത്വത്തിൽ ഒരുങ്ങുന്നു എന്നുള്ളത് നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. കണ്ടല്ലൂർ സ്വദേശിയായ സുനിലാണ് ആ വാക്സ് മ്യൂസിയത്തിന്റെ പങ്കാളിയായി ഉള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ UP സർക്കാരിന്റെ കൂടി സഹകരണത്തോടെയാണ് വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നത്. അതിവിടെ ഒരു വലിയൊരു പ്രോജക്റ്റായി മാറുന്നു. 7 കോടിയോളം രൂപ ചിലവാക്കി സരയൂ നദി കരയിൽ 2.5 ഏക്കർ സ്ഥലത്താണ് വാക്സ് മ്യൂസിയം ഒരുങ്ങുന്നത്. ആ വാർത്തയിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് പിന്നാലെ രാമകഥ പറയുന്ന വലിയൊരു മെഴുക് മ്യൂസിയം കൂടി അയോധ്യയിൽ ഉണ്ടാവുകയാണ്. അത് 2.5 ഏക്കർ സ്ഥലത്ത്, വിശാലമായ സ്ഥലത്താണ് ഈ മെഴുക് മ്യൂസിയം സംഭവിക്കുന്നത്. അതിന് പിന്നിലുള്ള ഒരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനായ മലയാളിയായ ശ്രീ സുനിൽ കണ്ടല്ലൂരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ പുരോഗതിയും ഒക്കെ പങ്കുവെക്കാൻ വലിയ അഭിമാനമുണ്ട്. ഒരു മലയാളി അയോധ്യയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു, ഒപ്പം ഒരു മ്യൂസിയത്തിന് തുടക്കം കുറിക്കുന്നു. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജയ ശ്രീറാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യ നഗരിയിലാണ്. നമ്മുടെ ബാക്കിൽ ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ശ്രീരാമക്ഷേത്രമാണ്. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പം. ഏറ്റവും മെയിൻ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ആക്ച്വലി ഇതൊരു എന്റെ അഭിമാന പ്രോജക്റ്റാണ്, എന്റെ ഡ്രീം പ്രോജക്റ്റ്. ഒരുപാട് മ്യൂസിയം ചെയ്ത് പ്രശസ്തനാണ് പല സ്ഥലങ്ങളിലും. 3 മ്യൂസിയങ്ങളുണ്ട്. ട്രിവാൻഡ്രത്ത് ഉണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേനാടിലെ നമുക്ക് മ്യൂസിയം ഉണ്ട്. പിന്നെ അതിനുശേഷം മഹാരാഷ്ട്രയിലെ ലോണാവല എന്ന സ്ഥലത്തിൽ അവിടെയാണ് നമുക്ക് മെയിൻ മ്യൂസിയം ഉള്ളത്. 100ഓളം വാക്സ് മോഡലുണ്ട്. വലിയ മ്യൂസിയമാണ്. പിന്നെ നിയർ ഗോവയിൽ 3 മ്യൂസിയങ്ങളും. പിന്നെ ഇതിപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. കാരണം ഒരു വേൾഡ് അട്രാക്ഷൻ ആകാൻ പോകുന്ന ഒരു സെന്ററിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇത് UP ഗവൺമെന്റിന്റെ ഒരു ടെൻഡറായിരുന്നു. വാക്സ് മ്യൂസിയം, രാമകഥ പറയുന്ന രാമായണ വാക്സ് മ്യൂസിയം ഇങ്ങോട്ട് വന്നൊരു പ്രപ്പോസലാണല്ലേ? ഇങ്ങോട്ട് വന്ന പ്രപ്പോസലാണ്. അപ്പോൾ അതിന് എക്സ്പെർട്ടുകളെ അന്വേഷിച്ചുകൊണ്ട് അവർ ടെൻഡർ ഇട്ടു. ടെൻഡറിൽ ഞാൻ പങ്കെടുത്തു. പക്ഷെ ഞാൻ മാത്രമുള്ളായിരുന്നു ടെൻഡറിൽ. ആദ്യത്തെ ടെൻഡർ ഇപ്പോൾ ഒരു പ്രാവശ്യം ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നേരിട്ട് തരാൻ പറ്റില്ല ഗവൺമെന്റിന്. പിന്നെ വീണ്ടും ടെൻഡർ ഇട്ടു. അപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്ത് ഒരു 1.5 മാസത്തെ പേപ്പർ വർക്കിന് ശേഷം നമുക്ക് ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്തു. 2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇത് ഭയങ്കര വില വരുന്ന സ്ഥലമാണിത്. നമ്മുടെ രാമക്ഷേത്രത്തിന് വളരെ അടുത്താണ്. ഇവിടുത്തെ ഒരു ലാൻഡ് വാല്യൂ ഒക്കെ മാറിയ പശ്ചാത്തലം കൂടിയാണ്. റോഡുണ്ട്. ഇതുവഴി പോയാൽ 1 കിലോമീറ്റർ നടന്നാൽ പോകാൻ പറ്റൂ ഇതുവഴി. അപ്പം ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇതിനകത്ത് നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോർ വരും. ഒരു ഫ്ലോറോടെ വരും. സെക്കൻഡ് ഫ്ലോർ, സെക്കൻഡ് സ്റ്റേജിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ശ്രീകൃഷ്ണന്റെ കൃഷ്ണഗാഥയും വരുന്നുണ്ട്. അപ്പം ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കും ഇവിടെ. രാമായണ കഥ മുഴുവൻ പറയുന്ന ഒരു മ്യൂസിയമാണ് ഉദ്ദേശിക്കുന്നത്. രാമകഥ മുഴുവനും പറയാൻ നമുക്ക് പറ്റില്ല. രാമന്റെ കഥയിലെ രാമായണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിലെ മെയിൻ സീക്വൻസ്, അപ്പം രാമന്റെ കുട്ടിക്കാലം കുറച്ച് കാണിക്കാൻ പറ്റും. പിന്നെ രാമന്റെ എന്താ പറയുന്നത്, സീതാ സ്വയംവരം നല്ലൊരു സീനായിട്ട് കാണിക്കും. പിന്നെ അവർ വനവാസത്തിന് പോകുന്നതും യുദ്ധം നടക്കുന്നതും, ജടായും രാവണനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതും, അവർ ശ്രീലങ്കയിൽ കടക്കാനുള്ള
രാമസേതു പണിയുന്നതും ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മ്യൂസിയത്തിൽ വരും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് രാംജിക്ക് വനവാസ് എന്നും പറഞ്ഞൊരു വലിയൊരു വനം, അതായത് രാമനും സീതയും ലക്ഷ്മണനും കൂടെ വനവാസത്തിന് തുടങ്ങുന്ന ഒരു സമയം വനത്തിലൊക്കെ എൻട്രി ചെയ്യുന്ന ഇതൊരു വലിയ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തോളം നമുക്ക് ഒരു ഇൻഡോർ വനമാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല, ഒരു ഇൻഡോർ വനം. അപ്പോൾ രാമനും സീതയും നടന്നു പോകുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള കുടിലുകളും നദികളും അരുവിയും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമ്മൾക്ക് ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരാം. അങ്ങനെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇത് എത്ര നാളുകൊണ്ട് നിർമ്മാണം പൂർത്തിയാകാൻ ഉദ്ദേശിക്കുന്നത്? മ്യൂസിയം ഏതാണ്ട് നമ്മൾ ഒരു 4 മാസത്തിനുള്ളിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്രോജക്റ്റാണ് ഇത് വലിയ പ്രോജക്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മലയാളി എന്ന രീതിയിൽ നമുക്കൊരു നല്ല ഫുഡ് കൾച്ചറുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻസിനെല്ലാം മലയാളികളായിരിക്കും കൂടുതൽ കാണാൻ വരിക ഒരു പക്ഷേ. അല്ലല്ല, മലയാളികളല്ല, കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും വരുന്നത്. കാരണം രാമഭക്തർ എന്ന് വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ അവരാണ് രാമഭക്തർ. ഏത് ഭക്തിയായാലും അവരാണ് ഭക്തർ. നമ്മളെല്ലാം അതിനകത്ത് പൊളിറ്റിക്സ് മിക്സ് ചെയ്താണ് നമുക്കെല്ലാം ഭക്തി ഉണ്ടാകുന്നത്. നമ്മുടെ ഭക്തി പൊളിറ്റിക്കൽ മിക്സ്ഡ് ആണ്. ഇവിടെ പൊളിറ്റിക്സ് അല്ല, ഇവിടെ ഭക്തിക്കകത്താണ് പിന്നെയാണ് പൊളിറ്റിക്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവമാണ്. അപ്പം നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ നമ്മളിവിടെ ഷോക്കേസ് ചെയ്യാൻ പ്ലാനുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റി, കഞ്ഞി കപ്പ തൊട്ട് എല്ലാം ഉണ്ടാവും. ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ആ ഭയത്ത് വരും. പിന്നെ അത്യാവശ്യം വേറെ കുറേ നമുക്ക് അത്യാവശ്യം വരുന്നവർക്ക് നല്ല ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം, ഒരു VIP ട്രീറ്റ്മെന്റിൽ നമ്മൾ ഇതെല്ലാം. അപ്പം ഇതിനുള്ള എല്ലാം പെർമിഷനും നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു തുക മുടക്കുന്ന ഒരു സംവിധാനം അത് സർക്കാരാണോ അതിന്റെ ഒരു? ഇല്ല, സർക്കാർ ഇത് PPP പ്രോജക്റ്റാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അവർ ലാൻഡ് തന്നിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. കാരണം എൻ്റെ 25 ഇയേഴ്സിലെ ഒരു ജേർണിയിൽ നമുക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. എല്ലാ ആശംസകളും. ഇത്ര വലിയൊരു അഭിമാനം മലയാളി എന്ന രീതിയിൽ നമുക്കുണ്ട്. എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അയോധ്യയിലെത്തി 3 ദിവസമായി മലയാളത്തിൽ ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ കണ്ടവരും സംസാരിച്ചവരൊക്കെ മറ്റു ഭാഷക്കാരായിരുന്നു എന്നുള്ളതാണ്. സുല്ലിയേട്ടനും പ്രശാന്ത് മംഗലശ്ശേരിക്കുമൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. അതാണ് അയോധ്യയിലെ ഒരു മലയാളിയുടെ ഒരു സാന്നിധ്യം. നമ്മൾ KK നായരെ കുറിച്ചും ഒപ്പം KK മുഹമ്മദും ഒക്കെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിച്ച മലയാളികളെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു അയോധ്യയിൽ ഒരു മലയാളി സാന്നിധ്യം പ്രധാനമുള്ളതായി മാറുകയാണ്. അത് സുനിൽ കണ്ടല്ലൂർ എന്ന കായംകുളം സ്വദേശിയുമായി ബന്ധപ്പെട്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21-ന് നാളെയാണ് അയോധ്യയിലേക്ക് എത്തുക. നാളെ വൈകിട്ട് അദ്ദേഹം ഇവിടെ അയോധ്യ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങും. തുടർന്ന് രാംപഥിലെത്തും. അവിടെ നിന്ന് നേരെ അയോധ്യയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റന്നാൾ രാവിലെ അദ്ദേഹം വീണ്ടും രാംപഥിലെത്തി സരയൂ നദിയിൽ അദ്ദേഹം സ്നാനം നടത്തും. അതിനുശേഷം ആണ് 2 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് പ്രധാനമന്ത്രി ഈ അയോധ്യ ക്ഷേത്രത്തിലെത്തുക. അതിനുശേഷം ഒരു പബ്ലിക് ഫംഗ്ഷൻ കൂടി പ്രധാനമന്ത്രി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഈ വിഷയം ഉത്സവമാക്കുകയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ. രാം ജന്മ ക്ഷേത്ര ട്രസ്റ്റ്, തീർത്ഥ ട്രസ്റ്റ് ഇതിലെല്ലാം പങ്കാളിത്തം വഹിക്കുന്നു. ഇന്ന് മുതൽ തന്നെ വന്നു തുടങ്ങിയ, നേരത്തെ പറഞ്ഞ പോലെ 24 സ്വാമിമാർ ഇവിടെ എത്തിക്കഴിഞ്ഞു അയോധ്യയിൽ. അത് കേരളത്തിൽ നിന്നുള്ള സ്വാമിമാരാണ്. PT ഉഷ അടക്കമുള്ള VIP ഗസ്റ്റുകളെയും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഇതിലാണ്. അവർക്കൊക്കെ കൃത്യമായി സർക്കാരിന്റെ അതിഥികളായി എത്തുമ്പോൾ താമസ സൗകര്യം അടക്കം ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ടെന്റ് സിറ്റി ഒരുക്കി ഇവിടെ വരുന്ന അതിഥികൾക്ക് താമസിക്കാൻ 15,000-ഓളം ആളുകൾക്ക് താമസിക്കത്തക്ക വിധമുള്ള ഒരു ടെന്റ് സിറ്റിയാണ് 2.5 ഏക്കർ സ്ഥലത്ത് 15 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യം അടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക ബസ്സുകൾ ഉണ്ടാകും ഈ വിശിഷ്ട അതിഥികളെ അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുമുള്ള ഓരോ മേഖലയിലുമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം, ഇന്ന് പൊതുജനങ്ങൾക്ക് ഈ അമ്പലത്തിൽ പ്രവേശനമില്ല, രാമക്ഷേത്രത്തിൽ പ്രവേശനമില്ല. 20, 21, 22 തീയതികളിൽ പ്രവേശനമില്ല. 23 മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് മുതൽ വലിയൊരു തീർത്ഥാടക പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്.
അത് കൂടി കണക്കിലെടുത്ത് അതുകൂടി കണ്ടാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇന്ന് നാളെയൊക്കെ യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആളുകൾ ആവശ്യമില്ലാതെ നാളെയും മറ്റന്നാളും അയോധ്യയിലേക്ക് വരരുത്, മറ്റന്നാൾ മുതൽ നിങ്ങൾക്കുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഇവിടെ വരുന്ന വിശിഷ്ടാതിഥികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ വേണം അയോധ്യ നിവാസികളും മറ്റുള്ളവരും സഹകരിക്കാൻ എന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ അപ്പോഴും ഇന്നും വലിയ പ്രവാഹമാണ് തീർത്ഥാടകരുടെ ഇവിടേക്ക് വരുന്നത്, വലിയ പ്രവാഹം തീർത്ഥാടകർ ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അവിടെ ഈ കാണുന്ന ദൃശ്യങ്ങളിലും തൊട്ട് പുറകിൽ കാണുന്ന ദൃശ്യങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായി തന്നെ കാണാം. അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും നിരവധി ആളുകൾ വന്ന് അവിടെ തമ്പടിച്ച് രാവിലെ മുതൽ രാമസ്തുതികൾ പാടി മടങ്ങുന്ന കാഴ്ചകൾ കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കേന്ദ്രസേനയുടെ വലിയ സംഘം ഇവിടെയുണ്ട്, SPGയുടെ വലിയ സംഘം ഇവിടെയുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിക്കായുള്ള പ്രത്യേക സുരക്ഷാ വാഹനങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേക സുരക്ഷാ വാഹനങ്ങളിലായിരിക്കും ഇവിടെ പ്രധാനമന്ത്രിക്കായി ഒരുക്കുക. അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഒപ്പം അങ്ങനെ ഓരോ തലത്തിലും സുരക്ഷ കർശനമാക്കിയാണ് അയോധ്യ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കുതിര പോലീസ് ഒക്കെ വന്ന് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണണം. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മറ്റൊരു വ്യത്യസ്തമായ ഒരു രൂപം കൂടി നമുക്ക് ദർശിക്കാം. സ്വാമിജി, एक मिनट। उज्जैन मध्य प्रदेश से आया हूँ जी। हमेशा 16 साल से ऐसे रहता हूँ। ये स्वर्ग जैसा लग रहा है और सारे देवी देवता घूम रहे हैं, पता है, इतना आनंद आ रहा है जी। आपको पता है कि लोगों की मति बदल गई है और लोगों को जाने कैसा लग रहा है, सारे लोग डांस करना चाहते हैं। हाँ, वो तो रोके नहीं तो नाचने लगते पूरे चौराहे पे। एक बार हो जाए प्रभु के शरण में, एकदम प्रभु शरण में हो जाए एक बार। सूरत पे मोहन दिल दीवाना हो गया, सांपुरी सूरत पे मोहन दिल दीवाना हो गया। अरे दिल दीवाना हो गया मेरा, दिल दीवाना हो गया, दिल दीवाना हो गया मेरा, दिल दीवाना हो गया। साबुरी सूरत पे मोहन दिल दीवाना हो गया। जय श्री राम, जय श्री राम। ഇവിടെ ആഘോഷങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ സമാധാനത്തോടെ, നമ്മളിപ്പോൾ ഇവിടെ വന്ന് 8 ദിവസത്തോളമാകുന്നു, ഒരു സംഘർഷമോ പരസ്പരമുള്ള തല്ലോ വഴക്കോ ബഹളമൊന്നും ഇല്ലാത്ത ഒരു നഗരം. കാരണം ഇവിടെ എല്ലാവർക്കും ഭക്തി മാത്രമാണ് ഇവിടെ എല്ലാവരുടെയും ആയുധം എന്നുള്ളതാണ്. ഭക്തി മാത്രം ഉപയോഗിച്ചാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നതും മറ്റും പോകുന്നതുമൊക്കെ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുകയും അവരുടെ ഭക്തി അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. जी, मैं राजकुमार दास अयोध्या हनुमानगढ़ी से हूँ। मैं शंख बजा के सबका स्वागत करता हूँ। जय श्री राम, जय हनुमान जी महाराज। जय श्री राम। बहुत अच्छा लग रहा है। जो जिस अयोध्या में आने के लिए लोग कभी सोचते नहीं थे, आज लाखों की संख्या में, करोड़ों में लोग बाहर से और यहाँ आने के लिए व्याकुल है। और राम की नगरी में अब मैं क्या बताऊँ, 92-90 में जो इतिहास लोगों ने रचा और देखा कि खून की नदियाँ इसी अयोध्या में बही, और काफ़ी लोगों के बलिदान के बाद आज ये भव्य आयोजन हो रहा है राम जी का। इसमें सबसे बड़ा श्रेय योगी जी और मोदी जी का है, जो हिंदुत्व को लेकर लड़ाई लड़ रहे हैं। अभी एक लड़ाई और बाकी है, मथुरा। उसके बाद ही हम अपने हिंदुत्व को पूरी तरह से सनातन धर्म की जय, सनातन धर्म के संस्कारों की जय करवा पाएंगे। जय श्री राम, जय हनुमान जी। योगी और मोदी जुग जुग जिए, जोगी मोदी दोनों भैया, जो
अयोध्या के लाल कैले हो इतना बढ़िया खिलैले भगवा धूजा सारे देश में तिरंगा फहरैले ना। जय श्री राम, जय हनुमान जी महाराज। जय श्री राम। हम लोग आ रहे नदिया से, मायापुर से आ रहे। हम लोग मायापुर से महाराज आए, हम लोग आए। जो 500 बच्चों जो हम लोग अपेक्षा किया श्री रामचंद्र का मंदिर के देखने के लिए, वो आए। हमको बहुत खुशी हो रहा है। जो सारा देश का जो सनातन हिंदू भाई लोग है सब एक बार आइए, जो मंदिर है उसको दर्शन करने के लिए। जय सिया राम। राम राज बैठे त्रिलोका, हर्षित भये गए सब फोका। अयोध्या में इस समय जो है राम राज्य का जो है चल रहा है। जिस समय भगवान श्री रामचंद्र जी वनवास से लौटे थे अयोध्या में, और अयोध्या वासियों ने पूछा था कि हे महाराज आप बैकुंठ के वासी हैं, आप मुझे बैकुंठ का दर्शन कराइए। तो भगवान कहे कि जो है जदब सब बैकुंठ बखाना, अनावश्यक है आप लोग जो है बैकुंठ की बखान कर रहे हैं। मम धामदा परम सुख राशि यति प्रिय मोहि अवध के वासी, जिम मज्जन तिम विनय प्रयासा नर समीप मोहि पावहि वासा। जो आकर के सरजू जी में आचमन कर ले, जो स्नान कर ले, और वो ये न भक्त समझे कि भगवान उसके साथ नहीं है, मैं उस व्यक्ति के साथ जो है तुरंत जो है हो जाता हूँ। और आज अयोध्या अभी तक तो विवादों के घेरे में था, बादशाहों से लेकर के अंग्रेजों से लेकर के, और जो है हमारे लोकतंत्र में भी 75 बरस लग गए। रामलला जी मुकदमा लड़के आए। जब वो मुकदमा लड़के आए उसके बाद में हमारी गवर्नमेंट, चूँकि गवर्नमेंट जो है उसमें पार्टी रहती है, तो सुप्रीम कोर्ट में अंतिम पहुंचा जब, तो वहां पर जो है गवर्नमेंट ने, बीजेपी गवर्नमेंट ने क्या किया कि जो है भाई जो भी आप आदेश करेंगे उसका हम अक्षरता पालन करेंगे। ये पालन के लिए ये सशक्त हुए, और इनकी सरकार में ये जो चल रहा है ये धन्यवाद के पात्र हैं। और जो अयोध्या जो है जितना ही पिछड़ा था, अयोध्या आप मान लिए जिला के भी जो है पर्यटन के मानचित्र पर नहीं था, आज ये अयोध्या विश्व के मानचित्र पर जो है जा रहा है। तो यहाँ विकास की गंगा इस प्रकार से बही है कि अयोध्या जो है 40-40 बरस जो है और आगे हो गया है। तो इसलिए जो है यहाँ राम राज्य एकदम चल रहा है। जय श्री राम, जय जय सियाറാം. വലിയ തിരക്കാണ്. വലിയ തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള തിരക്കാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് നാളെയും മറ്റന്നാളും ഒക്കെ ഇതേ പണി തുടരുകയും ചെയ്യണം. കാരണം അന്ന് ദിവസം മുതൽ നമ്മൾ ഈ തിരക്ക് വലുതായി അനുഭവിക്കുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഭക്തിയുടെ വല്ലാത്ത ഒരു തലമാണ്. നാളെ മുതലാണ് അയോധ്യയിലേക്ക് 7000-ഓളം ക്ഷണിക്കപ്പെട്ട VIP-കൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. जी जी चंदन है जी जी मैं अयोध्या से ही हूँ जी जी हमेशा इधर आता है जी 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 बहुत अच्छा लगता है जी बहुत अच्छा लगता है जी तुम्हारा जगह में बहुत आदमी आता है। हाँ बदल हो गया बहुत। जी जी बहुत अच्छा होता है। हाँ अच्छा होता है जी। अच्छा जय श्री राम बोलिए, जय श्री राम. അയോധ്യ നിവാസികളുടെ ഒരു സന്തോഷമാണ് പങ്കുവെക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ തിരക്കിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ ഓരോ മേഖലയിലും വലിയ തിരക്ക്, കച്ചവട സ്ഥാപനങ്ങളിൽ വലിയ തിരക്ക്, ഈ ഈ പറഞ്ഞതുപോലെ ഹോട്ടലുകളിൽ വലിയ തിരക്ക്, ഈ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ തിരക്ക്, റൂമുകൾ കിട്ടാനില്ലാത്ത പശ്ചാത്തലം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അയോധ്യയിലെ ഹോട്ടലുകളുടെ എണ്ണം വളരെ കുറവാണ്. അവിടെ എല്ലാ റൂമുകളും വലിയ തോതിൽ ബുക്ക് ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. ഇനി ഒരാൾക്ക് പോലും റൂം കിട്ടാത്ത സാഹചര്യമാണ്. അങ്ങനെ അയോധ്യ എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. അയോധ്യയിൽ വലിയ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇനി ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് പ്രാൺ പ്രതിഷ്ഠയ്ക്കായി ബാക്കിയുള്ളത്. വിശിഷ്ട വ്യക്തികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഈ വാർത്തയുടെ സ്പന്ദനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഞാനും പ്രശാന്ത് മംഗലശ്ശേരിയും ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട്. തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ. രാമമന്ത്രങ്ങൾ ഉയരുന്ന അയോധ്യ. ശ്രീരാമായ നമഃ രാമഭദ്രായ നമഃ രാമചന്ദ്രായ നമഃ രാഘവായ നമഃ. രാംലല്ല അനുഗ്രഹീതമാക്കിയ പുണ്യഭൂമി. കാഷായമണിഞ്ഞ് വിശ്വാസ വഴികൾ, നൂറ്റാണ്ടുകളുടെ സ്വപ്ന സാഫല്യം.
ലോകം കാത്തിരിക്കുന്ന മഹനീയ ദിനം. അയോധ്യ ഉത്സവാഘോഷത്തിൽ അയോധ്യയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ. പ്രാൺ പ്രതിഷ്ഠ